നമ്മുടെ ഗുരുവര്യന്മാർ. ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ് അവരെ കാണുമ്പോൾ സുഖമാണോ? കാരണം എന്താണ്? ആക്ഷേപങ്ങളുടെ ക്രൂരമായ അമ്പുകൾ തറച്ച് അവരെ തളർത്തി വീഴ്ത്താൻ കഴിയില്ല. കാരണം അവർ തവക്കുലിൻ്റെ പാന്താവിലൂടെ സഞ്ചരിച്ചു പോകുന്നവരാണ്. അവർക്ക് മുമ്പേ പോയവർ അതാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. സുന്നത്ത് ജമാഅത്ത് ഉറക്കെ പറയേണ്ടി വരുമ്പോൾ, സുന്നത്ത് ജമാഅത്ത് ശക്തമായി പറയേണ്ടി വരുമ്പോൾ, ചാനലുകളോട്, പത്രമാധ്യമങ്ങളോട്, പ്രഭാഷണ പ്രബന്ധ പ്രബോധന മേഖലകളിൽ പറയേണ്ടി വരുമ്പോൾ, സമ്മേളന നഗരികളിൽ പറയേണ്ടി വരുമ്പോൾ, അത് ദഹിക്കാൻ പ്രയാസപ്പെടുന്നവർ പലതരത്തിലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കും. പക്ഷേ കാരുണ്യവാനായ റബ്ബ് ഹക്കിൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് സമസ്തയുടെ നടന്നുപോയി വെളിച്ചം പകർന്നു തന്ന വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ നമ്മുടെ കാതിൽ മന്ത്രിച്ചു തന്നത് വക്കൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാവുക എന്നത്. ആലോചിച്ചു നോക്ക്, ഈ ഒരു സംഘം സ്വാദിഖീങ്ങളുടെ സംഘമായി അള്ളാഹു കബൂലാക്കട്ടെ. എത്ര ആലിമീങ്ങൾ, എത്ര ഔലിയാക്കൾ, എത്ര മുതഅല്ലിമീങ്ങൾ, എത്ര ഹാഫിളീങ്ങൾ, എത്ര മുത്തഖീങ്ങൾ, എത്ര മുഖ്ലിസീങ്ങൾ, അവരോടൊപ്പമുള്ള ഒരു സുഹബത്ത്, ഇത് മതി ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ കറുപ്പുകളും മാറ്റാൻ. ഇത് മതി ഒരു പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ചിറകി വിടർത്തി പറന്നു പോകാൻ. 100 കൊലപാതകം നടത്തിയ ഒരാൾ കടന്നു വന്നപ്പോൾ എനിക്കിനി തൗബയുണ്ടോ എന്ന ആശങ്കയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലാനാണ്. ആ ഗ്രാമത്തിൽ സ്വാലിഹീങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ കാരണം. സ്വാലിഹീങ്ങളുടെ കൂടെ സഹവസിച്ചാൽ, സ്വാദിഖീങ്ങളുടെ സുഹബത്ത് കിട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന മാറ്റം, നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ നൊമ്പരത്തിൻ്റെ, ആത്മാവിൻ്റെ അനുഭൂതിയെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ്. കുനൂ മഅ സ്വാദിഖീന വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഹുമുല്ലദീന സ്തവത്ത് ലവാഹിറഹും വബവാത്തിനഹും എന്നാണ്. ഉള്ളും പുറവും ഒരുപോലെ ആയവർ. പുറമേ ഒരു മോടി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, പുറമെങ്ങനെയാണോ അങ്ങനെ തന്നെ ഉള്ളും പരിശുദ്ധി കൊണ്ട് പ്രകാശിച്ചവർ. ആ പ്രകാശം പരത്തുന്ന ഒരു സംഘം നമുക്ക് നേതൃത്വം തരുമ്പോൾ അവരെ നുള്ളി വേദനിപ്പിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ക്യാമ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുവര്യന്മാർ. ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ് അവരെ കാണുമ്പോൾ സുഖമാണോ? കാരണം എന്താണ്? ആക്ഷേപങ്ങളുടെ ക്രൂരമായ അമ്പുകൾ തറച്ച് അവരെ തളർത്തി വീഴ്ത്താൻ കഴിയില്ല. കാരണം അവർ തവക്കുലിൻ്റെ പാന്താവിലൂടെ സഞ്ചരിച്ചു പോകുന്നവരാണ്. അവർക്ക് മുമ്പേ പോയവർ